അവരെ ബുദ്ധി എങ്ങനെയെന്നറിയാമോ? അവസാനം എന്തായിരുന്നാലും ഫസ്റ്റ് ആരും കാണില്ലെന്നറിയാം. ഏറ്റവും ലാസ്റ്റ് ആയപ്പോൾ നമ്മുടെ കമലഹാസനുണ്ട്, സകലകല വല്ലഭൻ, പുള്ളിയുടെ ഇന്ത്യൻ ടു ഇറങ്ങാൻ പോണ്. പുള്ളിയുടെ ഏറ്റവും ലാസ്റ്റ് ഒരു സംഭവമുണ്ട്, അതെല്ലാം കാണിച്ചാണ് നിർത്തിയിരിക്കുന്നത്. തിയേറ്റർ പിന്നെ അത് കത്തിച്ചളയും, അറിയാമല്ലോ. പിന്നെ സകലകല വല്ലഭൻ, അമിതാഭ് ബച്ചനൊക്കെ അപ്പൂപ്പനായി. കയറി കാർട്ടൂണും മറ്റേ കമ്പിത്തിരിയും മത്താപ്പോലും കയറുന്ന അവസാനം മഹാഭാരതമാക്കി. മറ്റേ മിന്നൽ പോകുമ്പോൾ ഇങ്ങനെ പോയി ഇറത്തോന്നു ഇവിടെ പോണ്, പിന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ അവിടെ പോയി പൊട്ടണ്. അയ്യോ ഇയാളെ കണ്ട് വീണ്ടും എൻ്റെ 5 വർഷം പോയി എന്ന്. പിന്നെ 3-4 മണിക്കൂർ നമുക്കൊന്ന് എ സിയിലിരുന്ന് സുഖിക്കാം. സിനിമ ഞാൻ 3D ചിത്രം ഇപ്പം നമ്മുടെ 2024 ഇറങ്ങിയാൽ ഇനിയിപ്പോൾ ബറോസാണ് ഞാൻ കാണാനുള്ളൂ. ബറോസ് ഇതിനെക്കാട്ടി അടിപൊളി ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കാര്യം ബറോസ് നല്ല ഒരു സ്റ്റോറിയാണ്, ഒരു നിധി കാക്കുന്ന ഒരു ഭൂതം, ആ ഒരു സംഭവമാണ്. പക്ഷേ ഇത് ഭൂതമൊന്നും അറിയാൻ പറ്റണില്ല, പിന്നെ എന്തിനാണ് കഥയൊന്നും അറിയാൻ പറ്റണില്ല. പിന്നെ ശോഭന നല്ലവണ്ണം ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, അമിതാഭ് ബച്ചനും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രഭാസിന് വലിയ ഹൈലൈറ്റൊന്നുമില്ല, നായകനെന്നുള്ള പ്രസൻസ് ഉണ്ട്, എന്നാലും വലിയതൊന്നുമില്ല. കൂടുതലും അമിതാഭ് ബച്ചനാണ് ഇതിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഈ സിനിമയിൽ മുന്നിട്ട് അമിതാഭ് ബച്ചനാണ്. പിന്നെ നമ്മുടെ ദുൽഖർ സൽമാൻ, നമ്മുടെ മമ്മൂക്കയുടെ മകൻ, നമ്മളെ ദുൽഖറിന് കുറച്ചുകൂടെ ഡയലോഗ് പ്രസൻസ് കൊടുക്കണം. നമ്മൾ നല്ല വലിയ അടുത്ത സൂപ്പർ സ്റ്റാർ ആവേണ്ട നടനല്ലേ, അങ്ങനെ വരുമ്പോഴത്തേക്ക് നടന്ന നല്ല ഇത് തന്നെ കൊടുക്കണം. അമിതാഭ് ബച്ചനൊക്കെ അപ്പൂപ്പനായി ഇരിക്കട്ടെ, ഇതൊക്കെ നമ്മളെ ദുൽഖറിന് കൊടുത്താൽ എന്ത്, അല്ലെങ്കിൽ നമ്മൾ വിക്രത്തിന് കൊടുത്താൽ എന്ത്. അവസാനമായപ്പോൾ സിനിമ ഒരു മഹാഭാരതം ലുക്കായി. കാര്യം കമലഹാസനെ കാണിച്ചപ്പോഴത്തേക്ക് അവരെ ബുദ്ധി എങ്ങനെയെന്നറിയാമോ? അവസാനം എന്തായിരുന്നാലും ഫസ്റ്റ് ആരും കാണില്ലെന്നറിയാം. ഏറ്റവും ലാസ്റ്റ് ആയപ്പോൾ നമ്മുടെ കമലഹാസനുണ്ട്, സകലകല വല്ലഭൻ, പുള്ളിയുടെ ഇന്ത്യൻ ടു ഇറങ്ങാൻ പോണ്. പുള്ളിയുടെ ഏറ്റവും ലാസ്റ്റ് ഒരു സംഭവമുണ്ട്, അതെല്ലാം കാണിച്ചാണ് നിർത്തിയിരിക്കുന്നത്. ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം പടം കയറി കാർട്ടൂണും മറ്റേ കമ്പിത്തിരിയും മത്താപ്പോലും കയറുന്ന അവസാനം മഹാഭാരതമാക്കി. അതിനെക്കാട്ടി ഒരു മഹാഭാരതമാക്കി. ആ മഹാഭാരതം സ്റ്റോറി പ്രഭാസിനെ വെച്ച് രാജമൗലി ഡയറക്ടറിനെ വെച്ച് ആ പടം ഈ 700 കോടിയൊന്നും ആവില്ല മഹാഭാരതം. അത് ചെയ്തതെങ്കിൽ ഇനി ഇപ്പോഴുള്ള യൂത്ത് തലമുറകൾക്ക് ഇനി ഉണ്ടാകുന്ന പിള്ളേർക്കും അതൊരു പ്രചോദനമായി ആ ഒരു സ്റ്റോറി മനസ്സിലാക്കുമായിരുന്നു. അങ്ങനെ കൊണ്ടുവന്നില്ല പടം. ഞാൻ കള്ളമല്ല പറയണത്, സത്യമായിട്ട് നമ്മൾ വന്ന് കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ആദ്യം സത്യം പറഞ്ഞാൽ പടം തീരല്ലെന്ന് പറയുന്നത് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഹാഫ് ടൈം ആയത്. ഹാഫ് ടൈം ആയപ്പോഴത്തേക്ക് ഒട്ടും കൊള്ളൂല. രണ്ടാമതായ പിന്നെ കമലഹാസനെ കാണിച്ച് നമ്മൾ ഇരുത്തി പടം. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് നമ്മൾ കാണാൻ വേണ്ടി ഏറ്റവും ലാസ്റ്റ് സകലകല വല്ലഭനെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പിന്നെ തിയേറ്റർ പിന്നെ കത്തിച്ചളയും, അറിയാമല്ലോ. പിന്നെ സകലകല വല്ലഭൻ അമിതാഭ് ബച്ചനൊന്നും ഒന്നുമല്ല, കൂടുതലും അമിതാഭ് ബച്ചൻ ഇതിനെ. പ്രഭാസ് ഭയങ്കര ബാഹുബലി പോലെ ആയിട്ടുള്ളതൊന്നുമല്ല. രാജമൗലി ഉണ്ട് ഇതിൽ. രാജമൗലി വന്ന് മറ്റേ പിള്ളേർ മറ്റേ ലുലു മാളിൽ മറ്റേ വണ്ടി ഓടിക്കൂലേ, അതേപോലെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നിട്ട് പ്രഭാസിനെ 2 തട്ട്. അയ്യോ ഇയാളെ കണ്ട് വീണ്ടും എൻ്റെ 5 വർഷം പോയി എന്ന്. കാര്യം 5 വർഷം കാത്തിരിക്കുമ്പോഴത്തേക്ക് അയാളൊരു പടം കൊടുക്കുന്നത് അവന് 500 വർഷം ഇരുന്ന് കഴിഞ്ഞാൽ അത് കിട്ടൂല. ബാഹുബലി ഫസ്റ്റ് 1ഉം 2ഉം ഒക്കെ കിടുക്കല്ലായിരുന്ന. ഇതെന്തോന്ന് ചുമ്മാ 700 കോടി. ബാഹുബലിയുടെ ലെവൽ എത്തിയില്ല. ഇത് പടം പിള്ളേർക്ക് ഇഷ്ടപ്പെടുള്ളൂ, നമ്മൾ ഫാമിലിയായിട്ട് വരാൻ പിള്ളേർക്ക് ഇഷ്ടപ്പെടുള്ളൂ. 600 കോടിയാണ് മലയാളത്തിൽ. നമുക്ക് 40-50 സിനിമ അടിപൊളിയായിട്ട്, അതിൽ 35 സിനിമ പയ്യന്മാർ, ഇപ്പോഴത്തെ ഡയറക്ടർമാർ, കൊച്ചു പയ്യന്മാർ, ആമാർ സെറ്റാക്കി ഇടുന്നതായിരുന്നു. അല്ലെങ്കിൽ ആണെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കണമായിരുന്നു. ചുമ്മാ എന്തോന്ന് അവസാനം കമലഹാസനെ കൊണ്ട് ഇരുത്തിയത് നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് കാണാൻ വേണ്ടിയാണ്. അല്ല, കമലഹാസനെ ആദ്യമേ കാണിക്കും. ആദ്യമല്ല കുറച്ച് പടം ഇൻ്റർവെൽ ആവുമ്പോൾ പുള്ളീനെ കാണിക്കും. പിന്നെ ഏറ്റവും ലാസ്റ്റ് കാണിക്കുമ്പോൾ പുള്ളീനെ കാണിച്ചാണ് നിർത്തുന്നത്. അവസാനമായപ്പോഴത്തേക്ക് പടം വന്ന് അവസാനം കമ്പിത്തിരി മത്താപ്പൂതെല്ലാം അതോ വാച്ച് കണക്കത. വാച്ച് ഇടുമ്പോഴത്തേക്ക് നേരെ ഇങ്ങനെ മറ്റേ മിന്നൽ പോകുമ്പോൾ ഇങ്ങനെ പോയി ഇറത്തോന്നു ഇവിടെ പോണ്, പിന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ അവിടെ പോയി പൊട്ടണ്. ഇതൊക്കെ എന്തോന്ന് കഥ മൊത്തം മനസ്സിലായില്ല. കൽക്കി എന്ന് പറയുന്ന അവസാനം ഇത് അർജുനെ കാണിക്കണ്, കർണനെ കാണിക്കണ്. ഇതിലാരാണ് അർജുന്, ആരാണ് കൃഷ്ണ? അവസാനമായപ്പോൾ മഹാഭാരതത്തിൽ കൊണ്ടെത്തിച്ചേക്കണ്. കളിയായിട്ട് പറയണത്. അല്ലെങ്കിൽ മഹാഭാരതം പോലെ ഒരു സ്റ്റോറി കൊണ്ടുവന്നിട്ട് രാജമൗലിയെ കൊടുത്ത് നമ്മുടെ പ്രവാസിനെ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന യൂത്ത് തലമുറകൾക്കും ഇനി വരുന്ന കുട്ടികൾക്കും അതൊരു പ്രചോദനമായിട്ട് ആ സ്റ്റോറി എപ്പോഴും നമ്മളെ ബ്രെയിനിലിരിക്കും. നമ്മൾ ആരെ സിനിമ ആയിരുന്നാലും ഉള്ളതുള്ളതല്ലോ പറയണം. നമ്മൾ പിന്നെ 3D പിന്നെ പിള്ളേരെ, നമ്മളെ ഫാമിലിയായിട്ട് പിള്ളേരെ കൊണ്ടുവന്ന് നമുക്ക് കാണാം. പിള്ളേർക്ക് ഇഷ്ടം. കാര്യം പബ്ജി കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിള്ളേർ കാണുമ്പോഴത്തേക്ക് നോർമൽ ഓഡിയൻസിനെ പിടിച്ചിരുത്താൻ വേണ്ടി സിനിമയിലൊന്നും ഇല്ലെന്നാണോ? പിന്നെ പിള്ളേർക്ക് കാണാൻ വേണ്ടിയുള്ളൂ. പിള്ളേർക്ക് നമ്മളെപ്പോലുള്ളവർ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രായമായിട്ടുള്ളവരൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് ബോറായിട്ട് തോന്നും. പിന്നെ 3-4 മണിക്കൂർ നമുക്കൊന്ന് എ സിയിലിരുന്ന് സുഖിക്കാം. നമുക്ക് സുഖിക്കാം.